നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫോർ ലൂപ്പ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ ലൂപ്പിൽ നമ്മൾ ആദ്യമായി വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ലൂപ്പിനുള്ളിലുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ശേഷം ഇത് അപ്ഡേറ്റ് കൗണ്ടർ അഥവാ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നു. അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും നമ്മൾ എഴുതിയ കോഡ് എക്സിക്യൂട്ട് ആവുന്നു. വീണ്ടും ഇവിടെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല അഥവാ അപ്ഡേറ്റ് കൗണ്ടർ എന്ന് പറയുന്ന ഭാഗം അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ഇതിങ്ങനെ ലൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റോപ്പ് ആവുന്നു. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പ്രോഗ്രാമിൽ. സോ നമ്മളിവിടെ ചെയ്യുന്നത് 1 മുതൽ 5 വരെയുള്ള സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. സോ നമ്മൾ ആദ്യം ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ആദ്യം വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. സോ നമ്മൾ ഇൻറ്റ് I = 1 എന്ന് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ചെയ്തത് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. നമ്മൾ വാല്യൂ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ചെക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ I എന്ന് പറയുന്ന വാല്യൂ <= 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ആണെങ്കിൽ നമ്മൾ ഇവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സോ ഏതൊരു കോഡാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കോഡ് നമ്മളിവിടെ കൊടുക്കുന്നു. സോ ഞാനിവിടെ I എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഈ അപ്ഡേറ്റ് കൗണ്ടർ അഥവാ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ അതിവിടെ നമ്മൾ ++i എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ അതായത് I എന്ന് പറയുന്നതിലെ വാല്യൂ 6 ആയിക്കഴിഞ്ഞാൽ 6 ഇവിടെ ചെക്ക് ചെയ്യുന്നു. 6 5-നേക്കാൾ കുറവോ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആയി. അതുവരെ നമ്മുടെ ഈ ലൂപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ സംഖ്യ 1 2 3 4 5 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്തത്. സോ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നത് 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹലോ വേൾഡ് എന്ന് 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തതായി നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഈ ഒരു തരത്തിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ ഈ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.